ചിന്തകളുടെ ശക്തി, അദൃശ്യമായ ചിന്തകൾ എങ്ങനെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു? ഇന്ന് നാം വളരെ ശക്തമായ ഒരു ആത്മീയ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയാണ്. അത് ചിന്തകളുടെ ശക്തിയെക്കുറിച്ചാണ്. നമ്മൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് ചിന്തകൾ സൃഷ്ടിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം, ചിന്തകൾ വെറും മനസ്സിനുള്ളിൽ മാത്രം സംഭവിക്കുന്ന സംഭവങ്ങളാണോ? അല്ലെങ്കിൽ അവയ്ക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ടോ? പുരാതന ജ്ഞാനികൾ പറഞ്ഞു, ഓരോ ചിന്തയും ഒരു വിത്താണെന്ന്. ഒരു വിത്ത് മണ്ണിൽ നട്ടാൽ അത് വളരുമെന്ന്. അതുപോലെ ഒരു ചിന്ത മനസ്സിൽ നട്ടാൽ അത് ജീവിതത്തിൽ പ്രകടമാകാൻ തുടങ്ങുമെന്ന്. ഒരു ദിവസം ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, എന്തുകൊണ്ടാണ് ചിലർ സന്തോഷമുള്ളവരായിരിക്കുന്നത്, ചിലർ എപ്പോഴും വിഷമിക്കുന്നത്? ഗുരു അവനെ ഒരു തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ മനോഹരമായ പൂക്കളും കളകളും ഉണ്ടായിരുന്നു. ഗുരു ചോദിച്ചു, ഈ കളകൾ ഇവിടെ എങ്ങനെ വളർന്നു? ശിഷ്യൻ പറഞ്ഞു, ആരും അവയെ നീക്കം ചെയ്തില്ല. ഗുരു ചിരിച്ചു. മനസ്സും അങ്ങനെ തന്നെയാണ്. നല്ല ചിന്തകൾ വളർത്തിയില്ലെങ്കിൽ സ്വയം ഭയം, കോപം, അസൂയ, നിരാശ എന്നിവ വളരും. ഗുരു തുടർന്നു, ഓരോ ചിന്തയും ഓരോ ഊർജമാണ്. സ്നേഹത്തിൻ്റെ ചിന്തകൾ സമാധാനം സൃഷ്ടിക്കുന്നു. നന്ദിയുടെ ചിന്തകൾ സന്തോഷം സൃഷ്ടിക്കുന്നു. കരുണയുടെ ചിന്തകൾ ഹൃദയത്തെ വികസിപ്പിക്കുന്നു. പക്ഷേ ഭയത്തിൻ്റെ ചിന്തകൾ മനസ്സിനെ ചുരുക്കുന്നു. കോപത്തിൻ്റെ ചിന്തകൾ ഊർജത്തെ ക്ഷയിപ്പിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ ആത്മീയ പാതകളും ധ്യാനം, പ്രാർത്ഥന, മന്ത്രജപം, സ്വയം നിരീക്ഷണം ഇവയെ പഠിപ്പിക്കുന്നത്. കാരണം മനസ്സിനെ പരിശീലിപ്പിക്കാതെ ജീവിതത്തെ മാറ്റാൻ പ്രയാസമാണ്. ഗുരു അവസാനം പറഞ്ഞു, നീ ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിൻ്റെ ചിന്തകളെ മാറ്റണം. അന്ന് ശിഷ്യൻ ഒരു കാര്യം മനസ്സിലാക്കി, നമ്മുടെ ഭാവി പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ തന്നെ ആരംഭിക്കുന്നു. അതുകൊണ്ട് നല്ല ചിന്തകൾ മാത്രം വിതയ്ക്കുക. അവ ഒരു നാൾ മനോഹരമായ ജീവിതമായി മാറും. The power of thoughts, how invisible thoughts shapes our mind. ഗുരു അവസാനം പറഞ്ഞു, നീ ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നീ നിൻ്റെ ചിന്തകളെ മാറ്റണം. അന്ന് ശിഷ്യനൊരു കാര്യം മനസ്സിലാക്കി, നമ്മുടെ ഭാവി പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ തന്നെ ആരംഭിക്കുന്നു. അതുകൊണ്ട് നല്ല ചിന്തകൾ വിതയ്ക്കുക. അവ ഒരു നാൾ മനോഹരമായ ജീവിതമായി വിരിയും. കാരണം മനസ്സിനെ പരിശീലിപ്പിക്കാതെ ജീവിതത്തെ മാറ്റാൻ പ്രയാസമാണ്. ധ്യാനം, പ്രാർത്ഥന, മന്ത്രജപം, സ്വയം നിരീക്ഷണം ഇവയെ പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്ന മറ്റൊരു തലമാണ്. കരുണയുടെ ചിന്തകൾ ഹൃദയത്തെ വികസിപ്പിക്കുന്നു. പക്ഷേ ഭയത്തിൻ്റെ ചിന്തകൾ മനസ്സിനെ ചുരുക്കുന്നു. കോപത്തിൻ്റെ ചിന്തകൾ ഊർജത്തെ ക്ഷയിപ്പിക്കുന്നു. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് ഫ്രം തൃശ്ശൂർ. താങ്ക് യു.